പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ബീഫ് കറിയാണ്. ഇതിൻ്റെ അമ്മയുടെ സ്പെഷ്യലാണ് കേട്ടോ. അതിനുവേണ്ടി 1/2 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. ആദ്യം തന്നെ ഒരു കുക്കർ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴത്തേക്ക് അതിനകത്ത് അരിഞ്ഞ് വെച്ചിരുന്ന തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങക്കൊത്ത് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് അരിഞ്ഞ് വെച്ച സവോള ചേർത്ത് കൊടുക്കുക. പകുതി സവോള എടുത്തിട്ടുള്ളൂ, ബാക്കി ബീഫ് ഫ്രൈക്ക് വേണ്ടിയിട്ടാട്ടോ. പിന്നീട് നമ്മൾ ലേശം ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒന്ന് വഴണ്ട് കിട്ടും കേട്ടോ. പിന്നീട് ഇതാ നമ്മൾ പച്ചമുളകും കുഞ്ഞുള്ളിയും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്ക് ഇതിനകത്ത് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയും കൂടെ നല്ല രീതിയിലൊന്ന് ഉടഞ്ഞ് വരണം കേട്ടോ. വെന്ത് ഉടഞ്ഞ് വരുമ്പോഴത്തേക്ക് പൊടികളായ കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂണും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. പൊടി കരിയാതെ നോക്കണം കേട്ടോ. പിന്നെ ബീഫും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. കുറച്ച് ഗ്രേവി വേണ്ടുന്നുണ്ട്, അല്പം വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരു 4 വിസിലടിച്ചെടുക്കുമ്പോൾ നമ്മുടെ ബീഫ് കറി